ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്നപ്പോൾ നമ്മളൊരു 1 ട്രിപ്പൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ. ആ സന്ധ്യയായി ഇത് വന്ന് കുളിച്ച് റെഡി ആയിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. അപ്പം പോകുന്നതിന് മുന്നേ ഇൻട്രോ എടുക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് നമ്മൾ ഇച്ചിരി ഡിലേ ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾ റെഡിയായിക്കെ വന്നപ്പോൾ ലേറ്റായി. അപ്പോൾ ഇൻട്രോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വെക്കേഷൻ പ്രമാണിച്ച് എങ്ങും പോയിട്ടില്ല. അപ്പോൾ ആ പിള്ളേരെയും കൊണ്ട് ഞങ്ങൾ ഒരു ദിവസത്തെ ട്രിപ്പിനായിട്ട് പോയി. രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന രീതിയിൽ ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് കുട്ടിയേക്ക്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറേ സ്ഥലങ്ങൾ നോക്കിയാലും കാരണം ഇവർക്ക് ബെറ്ററായിട്ട് തോന്നിയത് ഹാപ്പി ലാൻഡാണ്. അപ്പം ഒരു ദിവസം വെള്ളത്തിൽ കളിക്കാനും ആയിട്ടുള്ള ഒരു ദിവസം അവർക്ക് ഫണ്ണായിട്ട് പോകാന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ തലേദിവസം പ്ലാൻ ചെയ്തു. ഇന്നിപ്പോൾ ഞായറാഴ്ചയായിട്ട് ഞങ്ങൾ പോയിട്ട് വന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വീഡിയോ കയറി കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അടുത്ത് ഞങ്ങളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് പോയിട്ട് വരാം. ഇൻട്രോ എടുക്കാൻ പറ്റാതെ നമ്മളൊരു വീഡിയോ എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പം അൻവറിനൊക്കെ വന്നിട്ട് വിളിച്ചു. കാരണം ഇനി വരണ്ട, ഞങ്ങൾ റോഡോട്ട് ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്നൊരു ചെറിയൊരു വീഡിയോ എടുക്കാം, നമുക്ക് ഇൻട്രോയ്ക്കുള്ള ബാക്ക്ഗ്രൗണ്ട് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് ഇറങ്ങി പോവുകയാണ് ഞങ്ങൾ. ജസ്റ്റ് നമുക്ക് ഇവിടെ നടന്നങ്ങ് ഇറങ്ങുമ്പോഴത്തേക്കും മെയിൻ റോഡിൽ എത്തും കേട്ടോ. അപ്പം നമ്മൾ നടന്നങ്ങ് ഇറങ്ങും. പോകുന്ന കണ്ട 5 ദിവസത്തെ ടൂറിന് പോകുന്ന കണക്കാണ്. അപ്പോൾ അതാണ് നമ്മൾ റോഡിലെത്താറായി. റോഡിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ 3 കുട്ടിമണീസും സെറ്റായിട്ടുണ്ട്. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളൊരു 8:30 അല്ല 9 മണി കഴിഞ്ഞോളായിരുന്നു. അപ്പം അൻവറിനും ചേച്ചിയുണ്ട്, ഞങ്ങളുണ്ട്, പിള്ളേരുണ്ട്. ഞങ്ങളെല്ലാം ആ ബേക്കിൽ നിന്ന് സെറ്റായിട്ടിരിക്കുകയാണ്. എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനും വോയിസ് നോട്ട് കൊടുക്കാൻ. അപ്പോൾ ഞങ്ങൾ ഹാപ്പി ലാൻഡ് എത്തിയിരിക്കുന്നു. ഇതാണ് ഹാപ്പി ലാൻഡ്. പോകുന്ന പോക്കുണ്ട് ബാഗൊക്കെ തൂക്കിയിട്ട്. പിള്ളേർ ഫുള്ള് ഫണ്ണായിട്ട് ഇരിക്കുകയാണ്. ഒരു ദിവസം അവരുടെ ദിവസമായിട്ട് കൊടുത്തത്. ഹാപ്പി ലാൻഡ് ഞങ്ങൾ പണ്ട് തുടക്ക സമയത്ത് പോയിട്ടുള്ളൂ. പക്ഷെ ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതാ ഓടി പോകുന്നുണ്ട്. ഈ സംഭവത്തിലേക്ക് ഞാൻ കയറണം എന്നൊക്കെ പറഞ്ഞ് വലിയ പോയി. പക്ഷേ അത് ഞങ്ങൾ വിചാരിച്ച കണക്കല്ല. അൻവറിനോട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഭയങ്കരമായിട്ട് ശരീരം മൊത്തം ഇളവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആരും കയറി. അൻവറിനെ ഫസ്റ്റ് കയറ്റിയിരുത്തി. അത് പറഞ്ഞ് നമ്മൾ ചിരിച്ചോണ്ടിരിക്കുക. അയ്യോ ചേച്ചി മതി ഇറക്കിക്കോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ച കണക്കല്ല കേട്ടോ. അത് ഇച്ചിരി നമ്മുടെ ശരീരം കണ്ട ഫുള്ള് ഇളകുന്നുണ്ട്. അപ്പം ഞാനതിൽ കയറാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഞങ്ങൾ ചെന്നുകൊണ്ടതിൽ കയറി കഴിഞ്ഞാൽ മിക്കവാറും ഫുൾ ഓഫ് ആവും. അതുകൊണ്ട് പിന്നെ ഞാനും എല്ലാവരും ഞങ്ങൾ ആരും കയറില്ല. അൻവറിനെ മാത്രമേ അത് പരീക്ഷിച്ചുള്ളൂ. അവസാനം ചേച്ചി എടുത്ത് വിളിച്ചു പറഞ്ഞ ചേച്ചി നിർത്തുകയാണ് ചെയ്തത്. കുറച്ച് നേരം ഒരു 2 സെക്കൻഡ് നിന്നില്ല, അപ്പോഴേ ഇറങ്ങി. അങ്ങനെ പിന്നെ കാർ റേസിങ് ഉണ്ടായിരുന്നു കേട്ടോ. കാർ റേസിങ് അവരെ എല്ലാവരും കൂടെ കാർ റേസിങ്. എല്ലാ തവണയും ഞാനും ധ്യാനവുമാണ് കാർ റേസിങ് കയറുന്നത്. ഇത്തവണ പിന്നെ അങ്ങനെ വെയിറ്റിൻ്റെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, അത് മാത്രമല്ല 1 ദിവസത്തിൽ കൂടുതൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ടും ആദ്യമേ അവർ കയറി, ഞാൻ വീഡിയോ എടുത്തു, പിന്നീട് ഞാൻ കയറി. പിള്ളേർക്ക് അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഭാഗം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ വാട്ടറിനകത്തുള്ള ഐറ്റംസൊന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോണൊക്കെ പിന്നെ കൊണ്ട് ലോക്കറിൽ വെച്ചിട്ടൊക്കെ വന്നതുകൊണ്ട് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പറ്റുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കാർ റേസിങ് നടന്നുകൊണ്ടിരിക്കണം. കുറച്ചധികം സമയമുണ്ട് കേട്ടോ റേസിങ്. നമ്മൾ ലുലുവിലൊക്കെ പോകുമ്പോഴാണ് ഈ റേസ് നടക്കുന്നത്. പക്ഷെ അത് കൊച്ചുങ്ങളുടെ കയ്യിൽ കാർ ഔട്ട് ചെയ്യാൻ കൊടുക്കത്തില്ല. ഞങ്ങളെ കണ്ടിട്ട് അവർ സൈഡിൽ ഇരിക്കുക, അങ്ങനെ വരുന്നുള്ളൂ. ഇവിടെ പക്ഷെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് അടുത്ത് തന്നെയല്ലേ. അപ്പോൾ അടുത്ത് തന്നെ ഒരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള സ്ഥലം ഇത് തന്നെയാണ്. ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തൊക്കെ നോക്കാം. അതായത് ധ്യാനൂസിനൊക്കെ ഭയങ്കര പേടിയാണ്. ഓടി വന്ന് മുഴുത്തിയോടെ ഇരുന്നു. പക്ഷേ അവിടെ സ്പോഞ്ച് ഇട്ടിട്ടുണ്ട്, പ്രശ്നമില്ല. നമ്മൾ പോയതിൽ പിള്ളേരുടെ സെക്ഷനിൽ മുതലാക്കിയത് അൻവറിൻ്റെ മോളാണ് കേട്ടോ. അവൾ എല്ലാ റൈഡിലും കയറി. അവൾക്ക് ഒരു പേടിയില്ല. അതാ ധ്യാനൂസൊക്കെ ആണെങ്കിൽ ധ്യാനൂസിന് എല്ലാത്തിനും പേടിയാണ് കയറാൻ. എല്ലാത്തിലും ഇതിലൊക്കെ പേടിയാണ് അവന് കയറാൻ. കണ്ടോ അവൻ്റെ മുഖം കാണുമ്പോൾ അറിയാം. ആ പേടിയില്ലാതെ ഇറങ്ങി പോകുന്നുണ്ട്. അവളാണ് സെറ്റ്. അവളെല്ലാത്തിലും കയറി. എല്ലാം വാട്ടറിൻ്റെ ആയാലും എല്ലാത്തിലും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത അവൾ മാത്രമാണ് കേട്ടോ. കണ്ട തിരിച്ച് കയറി പോകുന്നുണ്ട്. ഒരു ബഹളമാകണ്ട. മറ്റവനും ഇച്ചിരി പേടിയാണെന്നല്ല, അവൾക്ക് ഒരു പേടിയില്ല. അവളാണ് ഞങ്ങൾ പറഞ്ഞത് എല്ലാവരും പൈസ മുതലാക്കി അവൾ മാത്രമാണ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ പറയുന്നുണ്ടായിരുന്നു. കാരണം വെള്ളത്തിൻ്റെതായാലും എവിടെയായാലും അവൾ സുഖമായിട്ട് കയറുന്നുണ്ട്. ധ്യാനൂസിനൊക്കെ ഭയങ്കര പേടിയാണ്. ഇവിടെ തന്നെ അവൻ തപ്പിയാണ് പോകുന്നത് തന്നെ. അവന് ഭയങ്കര പേടിയാണ്. ഇതിലൊക്കെ അവൻ പിന്നും കുഴപ്പമില്ല ധ്യാനൂസൊക്കെ. അങ്ങനെ പിള്ളേർ എന്തായാലും ഒരു ദിവസം പിള്ളേർക്ക് അത്യാവശ്യം ഒരു ദിവസം ഫുൾ എൻജോയ് ചെയ്യാനുള്ള എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാവരും പോയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് പോകാൻ നോക്കണേ. നല്ല സ്ഥലമാണ്. പണ്ടത്തെ കണക്ക് കുറച്ചുകൂടെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ തുടക്ക സമയം പോയപ്പോഴത്തേക്ക് ഇത്രയൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. ഇപ്പം നല്ല സെറ്റാണ്. അതാ പോകുന്നു. പിന്നെ ഒന്നും പറയാനത് ഒരു 5D തിയേറ്ററിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. സെറ്റായിരുന്നു വെച്ചാൽ സെറ്റായിരുന്നു. ഞങ്ങൾ 3D അങ്ങനെ എന്തൊക്കെ കണ്ടു. പക്ഷേ ഇതൊരു സെറ്റപ്പ് ആയിരുന്നു. കണ്ണാടി വെച്ചിട്ടില്ല. കണ്ണാടി വെച്ചിട്ട് സെൽഫി എടുക്കാന്നപ്പോഴത്തേക്ക് കണ്ണാടി ഒരു കൈ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തായാലും ഒരു സൂപ്പർ. ഇതുകൊണ്ട് കുറച്ചല്ലാണ്ട് ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ട്.
അയ്യോ, ഇത് ഭയങ്കര പേടിപ്പെടുത്തുന്നതാണ്. ചേച്ചി ആദ്യം കയറി വിളി കേട്ടപ്പോൾ പെട്ടെന്ന് ചാടിയും ഇറങ്ങി. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് നോക്കി. പക്ഷെ നല്ല സംഭവം സൂപ്പർ കേട്ടോ. ഇത് കണ്ടോ, മിററിൻ്റെയാണ്. അത് കൊള്ളാം കേട്ടോ. ഞങ്ങൾ എവിടെയാണ് വഴി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതൊക്കെ സംഭവം എല്ലാം രസമായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് അവരെല്ലാവരും പോയി. ശേഷം ഞാനൊന്ന് കാറോട്ടിയെ കയറിയിരുന്നേ. അവരുണ്ട് അതിനിടയ്ക്ക് ധ്യാനമൊന്നും ചേട്ടനും ഇല്ലാത്ത ഒന്നും പോലെ ഇരിക്കുന്നുള്ളൂ. ഞാനങ്ങനെ കാറൊന്ന് ഓട്ടിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കയറി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മുതലാവുന്ന ഐറ്റംസാണ്. മറ്റേ ലുലുവിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു തവണയല്ലേ റെഡി ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് വീണ്ടും ക്യൂ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റും, റെഡി ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെ നമുക്ക് കൊള്ളാം കേട്ടോ. കുട്ടികൾക്ക് കുറേ നേരത്തേക്ക് അവന്മാർക്ക് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഫുൾ ഡേ ഇവർ രണ്ടുപേരുടെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് കയറിയിരിക്കുകയാണ്. ഒന്നും നടക്കത്തില്ല. കുറേ നേരം അവിടെ കിടന്ന് റൗണ്ട് കറങ്ങി. പിന്നെ അവസാനമാണ് ട്രിക്ക് മനസ്സിലായി ഓടിച്ചോളി. കണ്ടോ, റൗണ്ട് അടിയേ കൊണ്ട് നടക്കും. അങ്ങനെ ഞങ്ങൾ ബാക്കിയുള്ള റൈഡിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കാരണം അതുകൊണ്ട് ഞങ്ങളിതാ എല്ലാം എടുത്ത് മതിയാക്കി ഇറങ്ങിയിട്ട് പിള്ളേരൊക്കെ ക്ഷീണിച്ച്, ഞങ്ങളെ തന്നെ ക്ഷീണിച്ച്. പിന്നെയല്ലേ പിള്ളേർ നല്ലപോലെ എൻജോയ് ചെയ്തു കേട്ടോ. ഫുള്ള് വെള്ളത്തിലൊക്കെ കിടന്ന് പിള്ളേരെല്ലാം സെറ്റായിട്ട് കളിച്ചു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടാണ് ഫുഡ് കഴിച്ച്. പുറത്തിറങ്ങി ഞങ്ങളെല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 5 മണിയോടെ വീഡിയോ എത്തി കേട്ടോ. ഇത്രയൊക്കെയുള്ളൂ ഞങ്ങൾ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം പറയാം, അതേ സംഭവം തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.